ഒരു മാസം കൊണ്ട് മുടിയുടെ നീളവും മുള്ളും ഇരട്ടിയാകാനായിട്ട് ആയുർവേദ ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു പാക്കാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ആഴ്ചയിൽ 2-3 വട്ടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയധികം റിസൾട്ട് തരുന്ന ഒരു പാക്കാണ് കേട്ടോ ഇത് നമുക്ക് മുടിയിലെ എല്ലാ പ്രശ്നങ്ങളും മാറ്റാനും സഹായിക്കുന്നതാണ്. ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. നമുക്ക് 2 ചാനലുണ്ട്, ടിപ്സ് ഫോർ യു A to Z ഗീതൂസ് ഹെയർ കെയർ. മാത്രമല്ല നമ്മളൊരു 6 വർഷമായിട്ട് മുടി കൊഴിച്ചിൽ മാറാനായിട്ട് മുടി നന്നായി വളരാനൊക്കെ ആയിട്ട് ഹെയർ ഓയിൽ കൊടുക്കുന്നുണ്ട്. വെറും 7 ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടുന്നതാണ്. മാത്രമല്ല 100% നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ 1 വയസ്സ് മുതലുള്ള കുഞ്ഞു മക്കൾക്ക് തൊട്ടേ ഉപയോഗിക്കാവുന്നതാണ്. സ്കിൻ വൈറ്റനിങ് ഓയിലും സ്കിൻ വൈറ്റനിങ് ജെല്ലൊക്കെ ആയിട്ട് നമ്മളൊരു 11 പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വാട്സപ്പ് അയക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്കിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തുളസിയാണ് കേട്ടോ. മുടി കൊഴിച്ചിൽ തടയാനായിട്ട് നമ്മളുടെ തലമുടിയുടെ ആരോഗ്യം കൂട്ടാനായിട്ട് തുളസി ഏറ്റവും നല്ലൊരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് നമ്മളുടെ മുടിയുടെ വേരുകൾക്ക് ബലം കൂട്ടുകയും മുടി പൊട്ടിപ്പോകുന്നതും കൊഴിയുന്നതും താരൻ പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കി മുടിക്ക് നാച്ചുറലായിട്ട് തിളക്കം നൽകാനായിട്ടും സഹായിക്കുന്നതാണ്. ഒരു കൈപ്പിടിയോളം തുളസിയാണ് നമുക്ക് വേണ്ടത്. ഞങ്ങളുടെ ഇവിടെ ഈ തുളസീനെ, കറുപ്പ് നിറമുള്ള തുളസീനെ വിളിക്കുന്നത് കൃഷ്ണ തുളസി എന്നാണ്. പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് തുളസി അറിയുന്നത് കേട്ടോ. കാരണം എൻ്റെ അവിടെ കൃഷ്ണ തുളസി എന്നാണ് ഇത് പറയുന്നത്, ഹസ്ബൻഡിൻ്റെ അവിടെ രാമ തുളസി എന്നാണ്. അപ്പോൾ തുളസി അതായത് ഇരുണ്ട പച്ച നിറമുള്ള തുളസിയാണ് നമുക്ക് ഈ പാക്കിനായിട്ട് ആവശ്യമായിട്ട് വരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, താരൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റാനായിട്ട് നല്ല പാടാണ്. താരൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി നന്നായിട്ട് കൊഴിയുന്നൊക്കെ. അത്തരത്തിലുള്ള താരൻ മാറ്റാനായിട്ട് നമുക്കിതുകൊണ്ട് പറ്റുന്നതാണ് കേട്ടോ. ഈ പാക്കിലേക്ക് വേണ്ട രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ചെമ്പരത്തിയിലയാണ് കേട്ടോ. കേടില്ലാത്ത ചെമ്പരത്തിയില വേണം എടുക്കാനായിട്ട്. കാരണം ഇപ്പോൾ മഴക്കാലമൊക്കെ ആയ കാരണം വെള്ളീച്ചകളുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ഇല എടുക്കരുത് കേട്ടോ. നമുക്ക് ചൊറിച്ചിൽ പോലുള്ള സംഭവങ്ങൾ വരും. ചെമ്പരത്തിയിലയുടെ ഗുണങ്ങൾ ഞാൻ ആരോടും പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി നമുക്ക് മൂന്നാമതായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് വീട്ടിലുള്ള കറ്റാർവാഴയിൽ നിന്ന് 1 തണ്ട് കറ്റാർവാഴയാണ് വേണ്ടത്. കറ്റാർവാഴ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അടിവശത്തുള്ള പശഭാഗം ഒഴിവാക്കിയിട്ട് വേണം പാക്കിലേക്ക് എടുക്കാനായിട്ട് കേട്ടോ. ഈ 3 ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ പാക്ക് റെഡിയാക്കാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് തരുന്ന ഒരു പാക്കാണ്. ആഴ്ചയിൽ 3-4 വട്ടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയധികം റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പം നമ്മൾ നന്നായി കഴുകിയെടുത്തിരിക്കുന്നതാണ് എല്ലാ ഇൻഗ്രീഡിയൻറ്റും. ഒരു കൈപ്പിടിയോളം തുളസിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1 തണ്ട് കറ്റാർവാഴ, 3-4 ചെമ്പരത്തിയില, നാടൻ ചെമ്പരത്തിയുടെ ഇല. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. നമ്മളുടെ ചെമ്പരത്തിയിലയും പൂവും നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് കേട്ടോ. നമ്മളുടെ തലയോട്ടിലുണ്ടാകുന്ന അഴുക്കും എണ്ണമയം നീക്കാനായിട്ട്, താരൻ പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ടും, അതുപോലെ ചെമ്പരത്തിയിലയിൽ ഉണ്ടാകുന്ന കൊഴുപ്പ് മുടിക്ക് നാച്ചുറലായിട്ട് തന്നെ തിളക്കവും മൃദുത്വം നൽകാനായിട്ട് സഹായിക്കുന്നതാണ്. ചെമ്പരത്തിയിലയിലുള്ള അമിനോ ആസിഡുകൾ മുടി ബലം കൂട്ടാനായിട്ട്, മുടി വളർച്ച പെട്ടെന്ന് തന്നെ കൂട്ടാനായിട്ടും സഹായിക്കുന്നതാണ്. പലതരത്തിൽ ചെമ്പരത്തിയില പൂവൊക്കെ നമുക്ക് നാച്ചുറലായിട്ട് ഹെയർ ഗ്രോത്തിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ കാച്ചിയിട്ടും ഹെയർ സെറായിട്ടൊക്കെയും ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അലോവേര വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു 100-ൽ കൂടുതൽ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുള്ള കറ്റാർവാഴയുടെ തണ്ട് ഉപയോഗിച്ചിട്ട് തന്നെ ഈ പാക്ക് ചെയ്യണം. വാങ്ങുന്ന ജെല്ല് ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടില്ല കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കറ്റാർവാഴ വീട്ടിൽ തന്നെ വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു 50 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടയിൽ നിന്നൊക്കെ അതിൻ്റെ തൈയൊക്കെ കിട്ടും. പെട്ടെന്ന് തന്നെ നമ്മുടെ മുറ്റത്തൊക്കെ വെച്ച് പിടിപ്പിക്കാവുന്നതാണ് കറ്റാർവാഴ. സ്കിൻ കെയറിനായാലും ഹെയർ കെയറിനായാലും നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻറ്റും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. വളരെ കുറവ് വെള്ളം മാത്രം, അതായത് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ചേർത്ത് ഇത് അരച്ചെടുക്കാവുന്നതാണ്. കാരണം കറ്റാർവാഴയിൽ ആവശ്യത്തിന് വെള്ളമുണ്ട്. അപ്പോൾ അത് കാരണം ഒരുപാട് വെള്ളം പോലെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കാൾപ്പിലൊക്കെ ലിക്വിഡ് പോലെയുള്ള പാക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ജലദോഷമൊക്കെ വരും. അപ്പോൾ അത് കാരണം വെള്ളം കുറവിൽ വേണം എപ്പോഴും പാക്ക് തയ്യാറാക്കാനായിട്ട്. ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും ചെയ്യാവുന്നതാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ 5 മിനിറ്റിൽ കൂടുതൽ വെച്ചിരിക്കരുത്, ഏതൊരു പാക്കാണെന്നുണ്ടെങ്കിലും കേട്ടോ. വലിയവർക്കാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ വെച്ചിരിക്കാവുന്നതാണ്. മുടിയിലെ ജടയെല്ലാം കളഞ്ഞതിന് ശേഷം ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുക. സ്കാൾപ്പൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ഗീതൂസ് ഹെയർ ഓയിലാണ് കേട്ടോ. നമ്മളുടെ ഹെയർ ഓയിലിൻ്റെ ബോട്ടിൽ ഇതല്ല. ഞാൻ പിന്നെയും പറയുന്നത് എന്താ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുമ്പോൾ ബോട്ടിൽ ഇങ്ങനത്തെ അല്ല, മിൽക്കി വൈറ്റ് ബോട്ടിലായിരിക്കും കേട്ടോ. ഇതിപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോട്ടിൽ ഞാൻ ആക്കി വെച്ചിരിക്കുന്നതാണ്. ഹെയർ ഓയിൽ നന്നായിട്ട് മുടിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളുടെ പാക്ക് എടുക്കുക. അത് സ്കാൾപ്പിൽ ആദ്യം തേച്ച് കൊടുക്കുക. നന്നായിട്ട് നമ്മുടെ തലയോട് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ പിങ്കിക്കുട്ടി വന്നിട്ടുണ്ട്. പിങ്കിക്കുട്ടിക്ക് തിന്നാൻ പറ്റണത് വലുതാണോ എന്നൊക്കെ സ്മെല്ല് ചെയ്ത് നോക്കുകയാണ്. ഇടയ്ക്കൊക്കെ നക്കി നോക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത കാരണം അതിനെ ഓടിപ്പിക്കണമൊന്നുമില്ല. സ്കാൾപ്പിലൊക്കെ നന്നായി തേച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഹെയറിലും അപ്ലൈ ചെയ്യുക. നമ്മുടെ മുടിയുടെ തുമ്പിലൊക്കെ അപ്ലൈ ചെയ്യുക. ഒരു ഷവർ ക്യാപ്പ് കൊണ്ട് കവർ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഒരു അരമണിക്കൂർ മുതൽ
മുതൽ 1 മണിക്കൂർ വരെ നമ്മുടെ മുടിയിൽ വെച്ചിരിക്കുക, ഷാമ്പു ഉപയോഗിക്കാതെ കഴുകിക്കളയുക. ആഴ്ചയിൽ 3 വട്ടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ല കിടിലൻ റിസൾട്ട് ഉറപ്പാണ്. മുടി കൊഴിച്ചിൽ മാറാനായിട്ട് മാത്രമല്ല, അകാലനര പോലുള്ള പ്രശ്നങ്ങൾ മാറാനായിട്ടും നല്ലതാണ്. വെറും 7 ദിവസം കൊണ്ട് മുടി കൊഴിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത 1 വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന 100% നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ, മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതൂസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ.